ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം വിടുമ്പോൾ സാവധാനം പിന്നിലേക്ക് വളയുക. Regularly for a physical, mental and spiritual well-being. I will encourage others to adapt a healthy lifestyle through yoga. I shall strive to create a healthier, happier and more peaceful world through the practice of yoga. അന്താരാഷ്ട്ര യോഗാ ദിനം. യോഗ എന്നുള്ളതിന് ഉപരിയായിട്ട് ഒരു കൂട്ടായ്മയാണ് വിശിഷ്ടാതിഥികളായിട്ട് മുഖ്യ പ്രഭാഷകൻ ശ്രീ സാറ് അവരെയൊക്കെ പിന്നെ മൊത്തത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പുസ്തകം അദ്ദേഹം ഇവിടെ എഴുതിയിട്ടുണ്ട്. സവലംബി വൈദ്യജീവിതം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അതിൻ്റെ രണ്ടാം ഭാഗം കഴിഞ്ഞ ദിവസം ആയുർവേദ കോളേജിൽ പ്രകാശനം ചെയ്യുകയുണ്ടായി. ആ ചടങ്ങിടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ കൗൺസിലർ ശ്രീ ഹരികുമാർ നായന ഇവരെയും ഈ യോഗത്തിലേക്ക് ആദ്യമായിട്ട് നമ്മുടെ അഭ്യുദയ കൗൺസിലറും സുഹൃത്തുക്കളും ബന്ധുക്കളും കുടുംബക്കാരുമായ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്തു. കൊച്ചുമോട് കാനഡയിലാണ്. അവിടെ pre-KG എന്ന pre-KG യോഗ സിലബസ് ഇവിടെയില്ല, കാനഡയിൽ. അപ്പോൾ FT-KG എന്നാണ്. പതഞ്ജലി എന്നൊരു മഹാമുനിയാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. നമുക്ക് അദ്ദേഹം ഭാരതീയ ശാസ്ത്രങ്ങളും വേദങ്ങളൊക്കെ പഠിച്ചിട്ട് അതിൽ നിന്ന് സാരമാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. സത്യത്തിൽ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്നിങ്ങനെ 8 അംഗങ്ങളുണ്ട്. 8 ഇതിനകത്ത് മൂന്നാമത്തെയാണ് യമ നിയമ ആസനം. അതിന് മൂന്നാമത്തെ സ്ഥാനമാണ് ഈ യോഗാസനത്തിനുള്ളത്. യമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് രണ്ടും കഴിഞ്ഞിട്ട് വേണം മൂന്നാമത്തെ പ്രാക്ടീസ് ചെയ്യാനുള്ള വൈപ്പ്. പക്ഷെ നമുക്ക് പറ്റില്ല. യമം എന്ന് പറഞ്ഞാൽ നമ്മൾ പേഴ്സണലായിട്ട് അതായത് നമ്മുടെ ഒരു വ്യക്തിത്വം പാലിക്കുക, സത്യം പറയുക, ദേഷ്യപ്പെടാതിരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഡിസിപ്ലിനാണ് യമം. നിയമം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡിസിപ്ലിനാണ്. നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് പാലിക്കുക, മറ്റുള്ളവരുടെ ഏറ്റവും മാന്യമായിട്ട് വയസ്സായ ആൾക്കാരുടെ ഏറ്റവും മാന്യമായിട്ട് തന്നെ സമൂഹത്തിലൊരു നല്ല മനുഷ്യനാണ്. ഇല്ല, ഇത് ശ്രദ്ധിച്ചു നോക്കിയത് സമൂഹത്തിൽ നല്ല മനുഷ്യർ വളരെ കുറവാണ്. ശ്രദ്ധിച്ചാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ വളർത്തുന്നത് നല്ല മനുഷ്യനായാണ് സമൂഹത്തിൽ ഇങ്ങനെ വളർത്തിയെടുക്കാനാണ് നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത്. അവന് വിദ്യാഭ്യാസമുണ്ടോ, അവന് പഠിത്തമുണ്ടോ, ജോലിയുണ്ടെന്നൊന്നും വിഷയമല്ല. വലിയ വലിയ പദവികളൊന്നും എത്രയോ ആൾക്കാർ നല്ല മനുഷ്യരല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല മനുഷ്യനെ വളർത്തിയെടുക്കാനാണ് ഈ നിയമം വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഷ്യൽ കോഡ് ആൻഡ് കോണ്ടക്ട്സ് കിട്ടുന്നത്. അപ്പോൾ യമം കഴിഞ്ഞ് നിയമം കഴിഞ്ഞ് മൂന്നാമത്തിനാണ് ഈ ആസനങ്ങൾ. യോഗാസനം കൊണ്ട് പ്രധാനമായിട്ട് യോഗേന ചിത്തസ്യ എന്ന് പറയും. മനസ്സിലുള്ള മലങ്ങളെ കളയാനുള്ള ഒരു ചികിത്സാ രീതിയാണ്. വൈദ്യം കളയുന്നത് ശരീരത്തിലെ മലങ്ങളാണ്. വയറിളക്കിയാലോ ഛർദ്ദിപ്പിച്ചാലോ ഒക്കെ പഞ്ചകർമ്മ ചികിത്സകളൊക്കെ നിങ്ങൾക്കറിയാം. അതൊക്കെ വൈദ്യം ചെയ്തു. അത് ശരീരത്തിലെ മലങ്ങളെ കളയുക. പക്ഷേ യോഗം കൊണ്ട് മനസ്സിലെ മലങ്ങൾ കളയുന്നു. അപ്പം നമ്മളിങ്ങനെ ഓരോ സ്ട്രെച്ചിങ് എക്സസൈസ് ഇവിടെ ചെയ്യുന്നു. ആ സമയത്തെല്ലാം നമ്മൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും.
അങ്ങനെ നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കാൻ പറ്റും. ഇപ്പോൾ ചുരുക്കത്തിൽ പറയുന്നത്, ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് എക്സർസൈസ് യോഗ ഫോർ ഹെൽത്തി ഏജിങ്, നമ്മളൊരു ആരോഗ്യം. ഭാഗ്യവശാൽ യോഗ കുറിച്ചാണ് പറഞ്ഞ പോലെ 164 രാജ്യങ്ങൾ പോലും അംഗീകരിച്ചിട്ടുള്ള ഒരു സംവിധാനമായി മാറിക്കഴിഞ്ഞു. അത് പ്രധാനമന്ത്രി മുൻകൈ എടുത്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമായിരുന്നു. വിദേശങ്ങളിലൊക്കെ യോഗ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനമായി, ആരോഗ്യ സംവിധാനമായി മാറിയിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ യോഗ ശരീരത്തിന് ആരോഗ്യം അല്ലെങ്കിൽ സൗഖ്യം തരുന്ന ഒരു ഏർപ്പാട് മാത്രമല്ല, മനസ്സിനും സൗഖ്യം തരുന്നതാണ്. മനസ്സിന് സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നൊരു വ്യാഖ്യാനം മനസ്സമാധാനമാണ്. സ്പാനിഷ് ഭാഷയിൽ സിനിമയുണ്ടായി, 9 minutes എന്നാണ് എൻ്റെ പേര്. വളരെ പ്രഗത്ഭനായ ലോകപ്രശസ്തനായ സ്പാനിഷ് സംവിധായകൻ നിർമ്മിച്ച സിനിമയാണ്. അദ്ദേഹം പത്രത്തിൽ പരസ്യം കൊടുത്തു. പുറത്തിൽ പോകാത്ത അദ്ദേഹം പത്രത്തിൽ പരസ്യം കൊടുത്തു. ഞാനൊരു പുതിയ ഫിലിം എടുത്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിമാണ്, 9 minute അതിനകത്തായി ദൈർഘ്യമുണ്ട്. ഇത്രാം തീയതി വൈകുന്നേരം 6 മണിക്ക് ഇന്ന തിയേറ്ററിൽ വെച്ച് അതിൻ്റെ പത്രത്തിന് സൗജന്യമാണ് പ്രവേശനം, എല്ലാവർക്കും വരാം, എല്ലാവരും വരണം എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തു. ആ സ്പാനിഷ് ജനത മുഴുവൻ വളരെ ബഹുമാനത്തോടുകൂടി ആദരവോട് കാണുന്നൊരു സംവിധായകനായതുകൊണ്ട് ജനം ഇടിച്ചു കയറി. തിയേറ്ററിൽ സ്ഥലമുണ്ടായിരുന്നില്ല, നിറച്ച ആൾക്കാരാണ്. കൃത്യസമയത്ത് ശബ്ദം വന്നു, സ്ക്രീൻ തെളിഞ്ഞു, സിനിമ തുടങ്ങി. ഒരു സീലിംഗ് ഫാൻ കറങ്ങുന്നതാണ് കാണിക്കുന്നത്. അത് മാറുന്നില്ല, അതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. 1/2 മിനിറ്റായിട്ട് ഇത് തന്നെ ഫാൻ തന്നെ ഉള്ളൂ, യാതൊന്നുമില്ല. അപ്പോൾ ആൾക്കാർ സംശയിച്ചു സാങ്കേതികമായി എന്തെങ്കിലും തകരാറാണോ. ആ സമയത്ത് ഒരു സ്പൂൺ താഴെ വീഴുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പോൾ സാങ്കേതികമായി തകരാറല്ല, ഇതിലെന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ആൾക്കാരിരുന്നു. 1 മിനിറ്റായി ഫാൻ കറങ്ങുന്നു, 2 മിനിറ്റായി ഫാൻ കറങ്ങുന്നു, 3 മിനിറ്റായി ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുക. വേറെ യാതൊന്നുമില്ല, ഒരാളും വരുന്നില്ല, പ്രത്യക്ഷപ്പെടുന്നില്ല. ആൾക്ക് അത്ഭുതമായി. 3 മിനിറ്റായപ്പോഴും ഇത് തന്നെ. നമ്മളാണെങ്കിൽ കൂവി വിളിക്കും. ഇവിടെ നമ്മുടെ സ്വഭാവം അങ്ങനെയാണല്ലോ, കൂവലാണ്. അവർ കൂവില്ല, പ്രത്യേക തരത്തിൽ കൈയടിച്ച് അവരുടെ പ്രത്യേകപ്പെടുത്തി. ചിലരൊക്കെ എഴുന്നേറ്റ് പുറത്ത് പോകാൻ തുടങ്ങി. പിന്നെയും പറഞ്ഞില്ല, അതൊരു പ്രത്യേക മനുഷ്യനാണ്, എന്തെങ്കിലും കാണും, ഇത് ഇരിക്കാന്ന് പറയും. പിന്നെ ആൾക്കാർ ചെമ്മൂരി കാട്ടിൽ 6 മിനിറ്റായി 8 മിനിറ്റായപ്പോൾ സംവിധായകൻ്റെ ശബ്ദം കേട്ടു. അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ടവർ, നിങ്ങൾ 8 മിനിറ്റായി ഒരേ കാഴ്ച തന്നെ കണ്ടുകൊണ്ട് അസ്വസ്ഥരായി നിൽക്കാൻ എനിക്കറിയാം. നിങ്ങളെല്ലാം നഗസരപ്പെട്ടിരിക്കുക, സ്വാഭാവികമാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫാൻ കറങ്ങുന്ന ചിത്രമാണ്, വേറൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ ആകെ പ്രകോപിതരാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ കാഴ്ച ഒരു ചെറുപ്പക്കാരൻ 8 മിനിറ്റല്ല, 8 മണിക്കൂറല്ല, 8 ദിവസമല്ല, 8 വർഷമല്ല, 18 വർഷമായി കാണുന്ന കാഴ്ചയാണ്. ഓസ്റ്റോപോറോസിസ് എന്ന് പറയുന്ന രോഗം പിടിപെട്ടൊരു മനുഷ്യൻ. എല്ല് പൊടിയുന്ന രോഗം, എല്ലെല്ലാം ശരീരത്തിൻ്റെ ഭാഗങ്ങളെല്ലാം എല്ലിങ്ങനെ പൊടിയുന്ന ഒരു പ്രത്യേക രോഗമാണ്. വേറെ പേരുണ്ട്. അയാൾക്ക് എഴുന്നേറ്റിക്കാൻ പറ്റില്ല, പറഞ്ഞു വീഴും. കൈ ഉയർത്താൻ പറ്റും, താഴെ വീഴും. കണ്ണ് ചലിപ്പിക്കാൻ പോലുമില്ല, വേദനയാവും, ഭയങ്കരമായ വേദനയാണ്. ഒരേ ഒരു കിടപ്പ്. ആരുടെങ്കിലും സഹായത്തോടെ ഇടത്തോട്ട് മറ്റോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, മലന്ന് കിടക്കാനും പറ്റുള്ളൂ. 18 വർഷമായി ആശുപത്രിയിൽ മലന്ന് കിടക്കുകയാണ്. വീട്ടുകാർ പൈസയുള്ളതാണ് ആശുപത്രി കാണിച്ചിരിക്കുകയാണ്. 18 വർഷമായിട്ട് ഒരേ കിടപ്പുണ്ട്, മേലോട്ട് നോക്കിക്കൊണ്ട് കിടക്കുക. അയാൾ കാണുന്നത് ഫാൻ കറങ്ങുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അയാളുടെ ജീവിതവുമായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് താരതമ്യപ്പെടുത്തുക. അപ്പോൾ മനസ്സിലാവും നിങ്ങളുടെ ജീവിതം അനുഗ്രഹീതമായ ജീവിതമാണ്. അതുകൊണ്ട് സൗഖ്യമുള്ള മറ്റൊരുമായിട്ട് താരതമ്യപ്പെടുത്തല്ല വേണ്ടത്. ദുഃഖം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹീത ജീവിതമാണ് മനസ്സിലാക്കാൻ. അന്തർദേശീയ ദിനം മാത്രമല്ല കേട്ടോ, പകലിന് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ദിനമാണ് ജൂൺ 20. അതോടൊപ്പം പിതൃദിനം കൂടിയാണ്, ആവേശത്തെയാണ്. അതും അമേരിക്കയിൽ ആരംഭിച്ചതാണ്. 1910 ഒരു സ്ത്രീ ആരംഭിച്ചതാണ്. ഭാഗത്തോട് സ്നേഹമുള്ള ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജീവിയാണ്. ഞങ്ങളൊക്കെ പണിയെടുക്കണം, പക്ഷേ കരയാൻ പാടില്ല. മക്കളോട് എന്തെങ്കിലും ആവശ്യം ഉന്നയിക്കാൻ പറ്റില്ല. കണക്ക് പറയാം. ജൂൺ മാസത്തെ 3ാമത്തെ ഞായറാഴ്ച അവധിയെടുക്കണ്ട, ഞായറാഴ്ച ആയില്ല. അങ്ങനെ ഒരു ദിനം കൂടി ഉണ്ടെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്വസ്ഥതയോടുകൂടി, ശാരീരികമായ സൗഖ്യത്തോടു കൂടി, മാനസികമായ സൗഖ്യത്തോടു കൂടി ദീർഘകാലം ഈ മനോഹരമായ ഭൂമിയെല്ലാം കണ്ട് ആസ്വദിച്ച് സംഗീതവുമെല്ലാം ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയത്തിൽ ഇന്ന് 12ാമത് അന്താരാഷ്ട്ര യോഗ ദിനം എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു.